അപ്പോൾ കഴിച്ച് നമ്മൾ നേരെ അമ്പട്ടിനും ഡബിൾ എമ്മാണ് കളിക്കുന്നത്. നേരമായി അപ്പോൾ അവനടുത്തൊക്കെ എന്നാണ് നമ്മൾ നേരെ റേഞ്ച് കാര്യങ്ങളും പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. എന്നാൽ നേരെ കളിക്കുകയാണ്. നമ്മൾ തലയ്ക്ക് എയിം ചെയ്തപ്പോൾ ഞാൻ പ്രൈസ് പറഞ്ഞു. ഞാൻ 150 കൊടുത്ത് നേരെ സൈഡ് പോയി കളിച്ചു. പിന്നെ അത് കൊടുത്ത് പിന്നെ നമ്മൾ ഒരു മോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് 3 റൗണ്ട് വിട്ട് കൊടുക്കാൻ തന്നെ കരുതി നേരെ നമുക്ക് കളി ഇറങ്ങാം. നമ്മൾ കുറച്ച് ഹൈ ലെവലിൽ തന്നെയാണ് വിട്ടെടുക്കുന്നത്. നേരെ നമുക്ക് ഇനി വിട്ടെടുക്കുന്നതിലേക്ക് നോക്കാം. അങ്ങനെ 3 റൗണ്ടാണ് വിട്ടെടുക്കുള്ളൂ കേട്ടോ. 4ാം റൗണ്ട് മിക്കാൻ പോയിക്കയറാം. പിന്നെ ഞാൻ 3 റൗണ്ട് വിട്ടെടുക്കാൻ പോകുകയാണ്. 1 വിട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ നേരെ കളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതും വിട്ടെടുക്കേണ്ടി വരും. അങ്ങനെ 3 റൗണ്ട് വിട്ടെടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ. അവൻ്റെ അരികിലേക്ക് എത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത്. ശ്രമം നമുക്ക് മെഡിക്കേറ്റ് അടിക്കുക, ഓടുക മെഡിക്കേറ്റ് അടിക്കുക. അവനങ്ങനെ കുറച്ച് കളിപ്പിക്കുക. അത് നമ്മൾ ഓടി മെഡിക്കേറ്റ് അടിച്ചപ്പോഴത്തെ അവൻ അവിടെ എത്തി. നമ്മൾ ഗ്ലൂവാളിട്ട് നേരെ ഓടി നമ്മൾ അവിടെ നിന്ന് മെഡിക്കേറ്റ് അടിച്ച്. നമ്മൾ അവിടെ നിന്ന് മെഡിക്കേറ്റ് അടിച്ചതിന് ശേഷം നേരെ അവനെ കുറച്ച് ഡാമ് കൊടുത്ത്. പക്ഷെ കൊണ്ടിട്ടില്ലായിരുന്നു. നമ്മൾ അവിടെ പോയി മെഡിക്കേറ്റ് അടിച്ചപ്പോൾ അവനെ കൊന്ന്. ഞാൻ നേരെ ഒന്നും നോക്കിയില്ല. ഒരു റൗണ്ട് പാടിയാണ് വിട്ടെടുക്കാമെന്ന് കരുതി. എന്തായാലും നമുക്ക് ഈ കണ്ടെയ്നറിൻ്റെ മേലെ കയറിയിരിക്കാം. അവന് കുറച്ച് റിസ്ക് ആവട്ടെ എന്ന് ഞാൻ തന്നെ കരുതി. കുറച്ച് ഡാമൊക്കെ കൊടുക്കട്ടെന്ന് കരുതിയപ്പോൾ ഞാൻ ഫ്ലാഷ് എറിഞ്ഞ് 30 കൊടുത്തിട്ട് നമുക്ക് ചാടിയെടുക്കാമെന്ന് കരുതിയപ്പോൾ ഈ അവസ്ഥ. അങ്ങനെ ഇനി അടുത്ത റൗണ്ടും കാര്യങ്ങളും തുടങ്ങാണ്. നേരെ നമുക്ക് കളിക്കാം. ഇനി മുതലാണ് നമുക്ക് റൗണ്ട് എടുക്കേണ്ടത് ആവശ്യമായ കാര്യം. ഞാൻ അങ്ങനെ ഗ്രോസി എസ്പീരിയാണ് അവനെ എടുത്തിട്ടുള്ളത്. ഒന്നും നോക്കിയില്ല, ഒരു ഡാമ് കൊടുക്കാൻ ശ്രമിച്ചു. വെച്ചാൽ അവിടെ കൊണ്ടില്ല. പിന്നെ നേരെ കയറി ചെന്ന് ഒറ്റപ്പൊരിച്ചൊരു മോട്ട് കൊടുത്ത്. പിന്നെ അങ്ങനെ അടുത്ത റൗണ്ടും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്നും നോക്കിയിട്ടില്ല. പിന്നെ നമ്മൾ ഗണ്ണും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ സാൻഡ് തൊട്ട് ഓടി. എന്നിട്ട് നേരെ അവനെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അവനവിടെ ഒളിച്ച് നിൽക്കിയിരുന്നു. അവൻ നമ്മളെ കാണാതെ നിൽക്കുകയായിരുന്നു. പിന്നെ നമ്മൾ 9 കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഗണ്ണെടുത്ത് നമ്മൾ ഓടുന്നുണ്ട്. നമ്മൾ H+ അതിൽ റേഞ്ച് കുറച്ച് പോകുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ സാൻഡി ആവാൻ കാത്തുകയാണ്. സാൻഡി ഇട്ടിട്ടൊന്ന് കയറാമെന്ന് കരുതി. അങ്ങനെ സാൻഡി ഇട്ടപ്പോൾ ഇങ്ങനെ കയറുമ്പോഴത്തേന് നമ്മളെ അവസ്ഥ അതാണ്. അവസ്ഥ പറഞ്ഞാൽ റേഞ്ച് പോയ അത് നമ്മൾ നേരെ എനിമീൻ്റെ മൂട്ടിലെത്തിയപ്പോൾ റേഞ്ച് ഫുള്ള് പോയത്. അങ്ങനെ നമ്മൾ എയർപ്ലെയിൻ മോഡ് ഓണാക്കി ഓഫാക്കി. പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തെ റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റേഞ്ച് വന്ന്. പിന്നെ നമ്മൾ നേരെ 994 കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. 994 കാര്യങ്ങളുണ്ട്. ഈ ഒരു കളി എടുക്കണം. ഈ കളിയും ചെറിയൊരു റേഞ്ച് പോക്ക് എനിക്ക് തോന്നി. പക്ഷെ അങ്ങനെ എനിക്ക് അവന് ഡാമ് കൊടുത്ത്. അപ്പോഴത്തെ അവൻ എന്നെ നേരെ കുക്കോമിട്ട് കയറുന്നുണ്ടായിരുന്നു. നമ്മൾ ഡീറ്റ് അടിക്കുമ്പോഴത്തെ അവൻ അടിയിലെത്തി. അപ്പോഴത്തെ റേഞ്ചും കാര്യങ്ങളും പോയിരുന്നു. അപ്പോഴത്തെ കളി എങ്ങനെയാണെങ്കിൽ 4-4 ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡെസേർട്ടുകൾ MIT SVD അങ്ങനെ കളി എടുക്കുന്നു. നമ്മൾ വാക്ക് തരുകയാണ്. അങ്ങനെ കളി തുടങ്ങി. അപ്പം തന്നെ നമ്മൾ കളി എടുത്തിട്ടുണ്ടായിരുന്നു. വിഷയമല്ലേ.